പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി. ഇപ്പോൾ വിവരങ്ങളുമായി കേരള വിഷൻ പ്രതിനിധി നമിത ചേരുന്നുണ്ട്. നമിത, എപ്പോഴാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ ഇറങ്ങിയത്? 3 ദിവസത്തെ ധ്യാനത്തിനായിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? ഹരിത, 2 ദിവസത്തെ ധ്യാനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം കന്യാകുമാരിയിലെ ദേവീക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് എത്തുക. അവിടെയാണ് അദ്ദേഹം ധ്യാനമിരിക്കാൻ പോകുന്നത്. 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ ധ്യാനം എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 2019 അദ്ദേഹം ഈ വരുന്ന ജൂൺ 1-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായാണ് കന്യാകുമാരിയിൽ അദ്ദേഹം ഒരു ധ്യാനത്തിനായി എത്തിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 2019 തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം സമാന രീതിയിൽ ഒരു ധ്യാനം നടത്തുകയുണ്ടായിരുന്നു. കേദാർനാഥിലെ ഒരു ഗുഹയിലായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരു ധ്യാനം നടത്തിയിരുന്നത്. ഇപ്പോൾ അതിന് സമാനമായാണ് ഇപ്പോൾ കന്യാകുമാരിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ധ്യാനത്തിനായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തിയത്. ഹരിത, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് പ്രതിനിധി നമിത.